ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പുളിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. മാമ്പഴം വെച്ച് തയ്യാറാക്കുന്നവരുണ്ട്, ഏത്തക്കായ, പൈനാപ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് ചെറുതാക്കാതെ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങൾ അരിഞ്ഞിടുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 പച്ചമുളക് നീളത്തിലൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. പൈനാപ്പിൾ ഒരു പകുതി വേവായി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതെന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് പൈനാപ്പിൾ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയത്, അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തരി ഒന്നും കാണരുത്, നല്ല മഷി പോലെ അരച്ചെടുക്കണേ. ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തേക്കുന്ന പൈനാപ്പിൾ കപ്പിൻ്റെ കണക്ക് പറയുവാണെങ്കിൽ 1/2 കപ്പ് പൈനാപ്പിൾ ഉണ്ട്. ഇനി ഈ അരപ്പും കൂടെ ഒക്കെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരണം. അതിനുവേണ്ടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഈ തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കണം. തൈര് ചേർത്തതിന് ശേഷം ഇത് വെട്ടി തിളയ്ക്കാനൊന്നും പാടില്ല, ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ ഒന്ന് ഈ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മധുരം ഇടാൻ താല്പര്യം ഇല്ലാത്തവർ അല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മധുരം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ മധുരമൊക്കെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. തൈര് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിനുവേണ്ടി ഇത് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതിയേ. നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയായിട്ടില്ലെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവായും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുത്താൽ മതിയേ. ഇനി ഇത് നേരെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് സദ്യക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പേ നമ്മുടെ ചാനലിൽ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ റെസിപ്പിയായിട്ട് കാണാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക്